MK മുനീറിനെതിരായിട്ട് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കാരണമായിട്ടുള്ള ഒരു പുതിയ പദ്ധതി സംരംഭം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ഒരു ചർച്ചയായി നിൽക്കുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തുകാരുമായി കൂട്ടുന്നു. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ വിവരങ്ങളെല്ലാം വരട്ടെ, അപ്പം നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി പറയാം. ഞാൻ പരമാവധി ശ്രമിക്കുന്നത് ഒരു വ്യക്തതയില്ലാത്തൊരു വിഷയം എൻ്റെ വാക്കിലൂടെ വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വ്യക്തത വരുത്തിയതിന് ശേഷം ഞാൻ സംസാരിക്കാം. പിന്നെയും വരിക അത് ഗവൺമെൻറ് തലത്തിൽ വരുമ്പോൾ ഗവൺമെൻറ് അത് സംബന്ധിച്ച് പറയട്ടെ, അപ്പം നമുക്ക് നോക്കാം, ആലോചിക്കാം. അതിൻ്റെ ഒരു പൊതു സമീപനം എന്താണെന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. റിപ്പോർട്ട് വരട്ടെ, വന്നിട്ട് എന്താണ് നിലപാട് എന്നുള്ളത് 1 മാസം തികഞ്ഞിട്ടുണ്ട്. അതായിരിക്കും നിങ്ങൾ പറഞ്ഞത്, 1 മാസം തികഞ്ഞു. സ്വാഭാവികമായിട്ടും അത് വേഗത്തിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുരളീധരൻ പറഞ്ഞത് ഈ സർക്കാർ കൊടുത്ത കണക്കുകളെല്ലാം തെറ്റാണ്, കൃത്യമായ കണക്കുകൾ കൊടുക്കാത്തതാണ്, അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് പണം കിട്ടിയിട്ടുണ്ട്. മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലും അതിനുശേഷവും എന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കെങ്കിലും കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടുണ്ടോ? അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? ഒരു വാക്കുപോലും അദ്ദേഹം കേരളത്തിന് അനുകൂലമായി നടത്തിയിട്ടില്ല. കേരളത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇനി പോകട്ടെ. ഇനി ഇതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ, ദുരിതാശ്വാസത്തിനുള്ള പ്രപ്പോസൽ കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപ്പോസൽ തയ്യാറാക്കി കൊടുത്തത് എന്നുള്ളത് ഗവൺമെൻറ് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ യഥാർത്ഥം ചെയ്യേണ്ടത്? മുരളീധരനും BJP നേതൃത്വം ചെയ്യേണ്ടത് ഇതിന് കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രത്തിൽ നിന്ന് എത്രയും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളല്ലേ. കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കണോ? അതല്ലേ കുറേ വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലേ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം. അപ്പോൾ അതിനെതിരെ നമ്മൾ ശക്തമായ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യം സ്വീകരിച്ചിട്ടുള്ളത്. BJPൻ്റെ നിലപാടിനോട് ഒരു തരത്തിലും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന കഴിയില്ല. കേരളത്തിനെതിരായി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വയനാട്ടിലുള്ള ജനങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കണോ? അത് പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനം. നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. ഇന്ന് CITUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന സഖാവ് ആനത്തലവട്ടം ആനന്ദൻ നിര്യാതനായി 1 വർഷം പൂർത്തിയാകുന്ന ദിവസമാണിത്. അതിൻ്റെ ഭാഗമാണ് ഇവിടെ പതാകയുയർത്തലും മറ്റു പരിപാടിയുള്ളത്. വൈകുന്നേരം BJT ഹാളിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി വെച്ചിട്ടുണ്ട്. ആനന്ദൻ ഈ സംസ്ഥാനത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. ആ സഖാവിൻ്റെ വേർപാട് സമൂഹത്തിൽ അത് സൃഷ്ടിച്ചിട്ടുള്ള വിടവ് അതുപോലെ നിലനിൽക്കുന്നുണ്ട്. ആ വിടവ് പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രേഡ് യൂണിയൻ മേഖലയിലാണെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യം വിപുലപ്പെടുത്തി മുമ്പോട്ട് പോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അത്തരമൊരു സാഹചര്യത്തിൽ സഖാവ് ആനന്ദൻ്റെ ഓർമ്മ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും കേരളത്തിലെ തൊഴിലാളി വർഗ ഐക്യത്തിനും സഹായകരമാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.